ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിൻ്റെ 3 ദിനവും ഏറെ ശ്രദ്ധേയമായിരുന്നു. GTM 2023 എക്സ്പോ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഒരു തുറന്ന വേദിയായി. ടൂറിസം മേഖലയുടെ ഉന്നമനത്തിനായി വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകൾ നടന്നു. വെൽനസ്, ടൂറിസം ആൻഡ് ആയുർവേദ എ പാത്ത് ടു ഹോളിസ്റ്റിക് വെൽബീയിങ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാറിൽ സോമതീരം ആയുർവേദ ഗ്രൂപ്പ് CMD ബേബി മാത്യു സോമതീരം മോഡറേറ്ററായിരുന്നു. ആയുർവേദ പ്രൊമോഷൻ സൊസൈറ്റി പ്രസിഡന്റ് സജീവ് കുറുപ്പ്, കേരള ക്ലാസിഫൈഡ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കോട്ടുകൽ കൃഷ്ണകുമാർ എന്നിവരും സെമിനാറിൽ പങ്കെടുത്തു. നമസ്കാരം. Ayurveda greetings to everybody. Today's subject is Ayurveda wellness. Wellness and Ayurveda. That is the subject. I hope most of your students, Kൃഷ്ണകുമാർ, അദ്ദേഹത്തിന് കൃഷ്ണതീരം എന്ന് പറഞ്ഞ ഒരു ആയുർവേദ റിസോർട്ട് ഉണ്ട് കർക്കലയിൽ. സജീവ് ഗ്രൂപ്പിന് ഒന്നിൽ കൂടുതൽ ആയുർവേദ ഹോസ്പിറ്റൽസിലുണ്ട്. ആയുർവേദ മന, അദ്ദേഹം ഫിക്കിയുടെ ആയുർവേദ ആയുർവേദ സെക്ഷൻ്റെ ഹെഡ് കൂടിയാണ്. ഇദ്ദേഹത്തിന് ഇന്ന് പരിചയപ്പെട്ടതാണ്. UK നിന്ന് വരികയാണ് മിസ്റ്റർ ലോനപ്പൻ. അദ്ദേഹം ഒരു ഓർത്തോപീഡിക് സർജനാണ്. അദ്ദേഹം ആയുർവേദ ഡോക്ടറല്ല, പക്ഷേ അദ്ദേഹത്തിന് ആയുർവേദം വളരെ ഇഷ്ടമാണ്. ഈ ഓർത്തോപീഡിക്കും ആയുർവേദവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ ആയുർവേദം പഠിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇദ്ദേഹം ഈ അലോപ്പതിക്കാർ പൊതുവേ ആയുർവേദത്തിന് എഗെയിൻസ്റ്റ് ആണെന്നുള്ള ഒരു തെറ്റായ ഒരു പ്രചാരമുണ്ട്. അതൊന്ന് മാറ്റി തരണം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഈ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ആയുർവേദത്തിന് എതിരായിട്ട് അലോപ്പതിക്കാർ എഴുതുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ആയുർവേദവും അലോപ്പതിയുമായിട്ട് ഒത്തിരി ലിങ്ക് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, കിംസ് ഹോസ്പിറ്റലിൽ ആയുർവേദമുണ്ട്, ആസ്റ്റൺ മെഡിസിറ്റി കൊച്ചിയിൽ ആയുർവേദമുണ്ട്, അങ്ങനെ PRS ആയുർവേദമുണ്ട്. അങ്ങനെ പല ഹോസ്പിറ്റലുകളും ആയുർവേദം ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു പുതിയ ഒരു സിസ്റ്റത്തിൽ, ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് സജീവ് കുറുപ്പ് പഞ്ചാബ് ടൂറിസം മാർട്ടിൽ അദ്ദേഹം ആയുർവേദ സബ്ജക്റ്റ് സംസാരിക്കാൻ പോയിരുന്നു. ഗുജറാത്തിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, G20, അതിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ സജീവ് കുറുപ്പിന് ഇതിന് പോയി നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ഈ വെൽനസ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടും നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ സജീവ് കുറുപ്പിനോട് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് സജീവ് കുറിന് പറയാനുള്ള കാര്യങ്ങൾ വെൽനസ്സും ആയുർവേദവുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് എങ്ങനെ ആയുർവേദത്തിനെ വെൽനസ്സിലൂടെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആയുർവേദത്തിനെ എങ്ങനെ വെൽനസ്സുമായി ലിങ്ക് ചെയ്യാം, പിന്നെ ഇദ്ദേഹത്തിന് ആ സബ്ജക്റ്റുമായി അറിയാവുന്ന കാര്യങ്ങൾ ആഡ് ചെയ്ത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. നമസ്കാരം. ആയുർവേദ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ മജോറിറ്റി ആൾക്കാർക്കും ഈ സബ്ജക്റ്റിനെ പറ്റി അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ കേരളത്തിൻ്റെ സിഗ്നിഫിക്കൻസ്, കാര്യം ആയുർവേദം ഒരു 5000 year ഓൾഡ് ഹിസ്റ്ററിയുള്ള റിട്ടൺ ടെക്സ്റ്റുള്ള ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനാണ്. എല്ലാവരും അതിനെ ഓൾട്ടർനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കും, പക്ഷേ ഞങ്ങളതിനെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നാണ് പറയാൻ ഇഷ്ടപ്പെടുന്നതും ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. കാര്യം ഇന്ത്യയിൽ ഉണ്ടായ ഒരു 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 ഇതാണ് ആയുർവേദം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ പ്രസക്തി ആണ് നമ്മൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്, ആയുർവേദ കോളേജസ് ഉണ്ട്, ആയുർവേദ ഹോസ്പിറ്റൽസ് ഉണ്ട്, ആയുർവേദ സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ള ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് കേരളത്തിൻ്റെ പ്രത്യേകത? കേരളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആയുർവേദത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, അത് കേരളത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത, കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ്, അതായത് ആയുർവേദ ഹെർബ്സ്, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മെഡിസിനും ബാക്കിയുള്ള കാര്യത്തിനും വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് കംസ് ടു ഹ്യൂമൻ റിസോഴ്സസ്, ദാറ്റ് ഈസ് ഡോക്ടേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, തെറാപ്പിസ്റ്റ്. ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു 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 സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പിന്നെ നമ്മുടെ 440 കിലോമീറ്ററോളം ഉള്ള ബീച്ച്, പിന്നെ ആ ബീച്ചിൻ്റെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ബാക്ക് വാട്ടേഴ്സ് കഴിഞ്ഞാൽ ഹിൽ സ്റ്റേഷൻ, ഏറ്റവും കൂടിയ ഹിൽ സ്റ്റേഷനിൽ പോലും മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ് ഉള്ളത്. അതുകൊണ്ട് ഏത് സ്ഥലത്തും കേരളത്തിൽ ആയുർവേദത്തിന് പ്രസക്തിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റീസൺസ് വെച്ച് നോക്കുമ്പോൾ കേരളം അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ആയുർവേദ ടൂറിസത്ത് രംഗത്തുള്ള ആൾക്കാരുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ്. ഇപ്പം ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ആയുർവേദ ടൂറിസം
കണക്റ്റഡ് ആയിട്ടുള്ള ആയുർവേദ പ്രൊമോഷൻ സൊസൈറ്റിയിൽ ഉദ്ദേശം 100ഓളം ഈ ആയുർവേദ ടൂറിസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എവിടെ പോയെന്ന് പറഞ്ഞാലും കേരളത്തിൻ്റെ ആയുർവേദത്തിൻ്റെ പ്രത്യേകത അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു കൂട്ടായ പ്രവർത്തനം, ബേബി ഉണ്ടാകും, അങ്ങനെ എല്ലാ ഈ മേഖലയിലുള്ള എല്ലാ ആൾക്കാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Now I invite Mr. Eban. Please, you can, if possible, ഇന്ന് ഈ ഓർത്തോപീഡിക് അലോപ്പതിയാണ്, അതും ആയുർവേദവുമായി നിങ്ങൾ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് ചെയ്യാൻ പറ്റുമോ? അതുകൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. സാറ് പറഞ്ഞൊരു കാര്യം, ആയുർവേദത്തിനോട് നമുക്ക് വിരോധമൊന്നുമില്ല. പിന്നെ ആയുർവേദം ഓർത്തോപെഡിക്സൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ എൻ്റെ ടോപ്പിക്ക് പ്യുവർലി ആയുർവേദമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതല്ല, ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ആൻഡ് ആയുർവേദ ടൂറിസത്തിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് ഡോക്ടർ ജിമ്മി മാളിക്കൽ മൊയ്ലൻ ലോനപ്പൻ. ഞാൻ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഇൻ്റർനാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫോറത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞാനിവിടെ UK ഓർത്തോപെഡിക് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫോറം അതുപോലെ തന്നെ വേൾഡ് മലയാളി കൗൺസിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻ്റർനാഷണൽ ടൂറിസം ഫോറം ഉണ്ട്. അവർ രണ്ടുപേരും കമ്പൈൻഡ് ആയിട്ട് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ടൂറിസം വിദേശ മലയാളികൾ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി ചാനലൈസ് ചെയ്യാനായിട്ടൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ഒരു 10 പേരുള്ള സെമിനാറൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു ഹെൽത്ത് മെഡിക്കൽ ആൻഡ് ആയുർവേദ ടൂറിസം ടു കേരള ആൻഡ് ഇന്ത്യ സിംഗിൾ വിൻഡോ മെക്കാനിസം ത്രൂ ഓൺലൈൻ പോർട്ടൽ ഓഫ് വേൾഡ് മലയാളി കൗൺസിൽ എന്നുള്ള രീതിയിൽ ഒരു വെബ്സൈറ്റ് www.healthtourism.org, അതുപോലെ എൻ്റെ മൊബൈൽ ആപ്പൊക്കെ ആയിട്ട്. ഇറ്റ് ഈസ് ഡൺ ഇൻ അസോസിയേഷൻ വിത്ത് സിട്രിൻ ഹോസ്പിറ്റാലിറ്റി വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ദ എയിം ഈസ് ഓൾസോ ടു പ്രൊമോട്ട് കേരള ആൻഡ് ഇന്ത്യ ടൂറിസം. വേൾഡ് മലയാളി കൗൺസിലിനെ കുറിച്ച് പറഞ്ഞാൽ അത് ജൂലൈ 3, 1995 തൊട്ട് ന്യൂജേഴ്സിയിൽ സ്ഥാപിതമായി ലോകം മുഴുവനുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ഒരു സംഘടനയാണ്. അതിന് 1-2 ഫാക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം ഗോപാലപിള്ള അതുപോലെ തന്നെ ജോൺ മത്തേവരൽ ഗ്ലോബൽ ലെവലിൽ നയിക്കുന്ന വേൾഡ് മലയാളി കൗൺസിലിന് ഒരു 40ഓളം പ്രൊവിൻസുകൾ യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഫെലോഷിപ്പ്, ആളുകളെ എംപവർ ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ, ഇത് നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. മലയാളികളുടെ ടാലൻസ് ആൻഡ് സ്കിൽസ് മലയാളികളുടെ തന്നെ കരിയർ അഡ്വാൻസ്മെൻറ്റിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായ സംഘടനയാണ്. പിന്നെ അതിൻ്റെ കീഴിലാണ് ഇൻ്റർനാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫോറം വരുന്നത്. ഞാൻ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ UK പ്രൊവിൻസ് ചെയർമാനായിരുന്നു ആദ്യം. വർക്കലയിൽ കൃഷ്ണതീരം എന്നുള്ള ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്നു. അതുകൂടാതെ പാരമ്പര്യമായിട്ട് ആയുർവേദ ചരിത്രമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. സോ കൃഷ്ണകുമാർ പ്ലീസ്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ മണ്ണാണ് കോട്ടുകാൽ. അതിമനോഹരമായ സ്ഥലം. അത് അതിമനോഹരമാണ് എന്ന് ജനിച്ചു വളർന്ന എനിക്ക് മനസ്സിലാക്കണമായിരുന്നു എങ്കിൽ അതിനവസരം ഒരുക്കിയത് ശ്രീ ബേബി മാത്യു ആണ്. ഇന്ന് ആ മേഖലയിൽ ഞാൻ ബഹുമാനായ ബേബി മാത്യുവിനെ പ്രശംസിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മാറ്റം ഏതു മേഖലയിലായാലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ആ അർപ്പണ മനോഭാവം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, സാധാരണഗതിയിൽ ആയുർവേദത്തിന് ശ്രീ കുറുബ്ജിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എപ്പോഴും ഒരു പേരുദോഷം നമ്മുടെ മേഖലയിൽ, ഇൻഡസ്ട്രിയിൽ തന്നെ പലപ്പോഴും പേരുദോഷം ഉണ്ടാകാറുണ്ട്. ആ പേരുദോഷം ഉണ്ടാകുന്നത് അതെന്താണ് എന്ന് ഞാൻ പറയുന്നില്ല. പരമ്പരാഗതമായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇന്നും നിലനിൽപ്പുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ശ്രീ ബേബി മാത്യുവിൻ്റെ സോമതീരവും എൻ്റെ കൊച്ചു സ്ഥാപനമായ കൃഷ്ണതീരവും. എൻ്റെ ഡോക്ടർ ഇതായിരിപ്പുണ്ട്, ഡോക്ടർ അജിത്ത്. പലപ്പോഴും ഈ ആയുർവേദത്തിന് അപമാനകരമായി മാറാവുന്ന തരത്തിലുള്ള പ്രലോഭനങ്ങളും പ്രചോദനങ്ങളും വരുന്ന ഗസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങളൊക്കെ അതിൽ നിന്നും ഒരല്പം പോലും വഴിവഴച്ചു പോകാൻ വേണ്ടി ഉള്ള പരിശ്രമം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ മെച്ചപ്പെട്ട നിലയിൽ നമുക്ക് പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുമുണ്ട്.
യഥാർത്ഥ ആയുർവേദത്തിന് അനന്തമായ സാധ്യതകളാണ്. ഇവരൊക്കെ വളരെ ഗ്ലോബൽ ആയുർവേദിക് മാർട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയെയാണ് നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്, അദ്ദേഹം എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിലെ ആയുർവേദ ടൂറിസം നിലനിർത്തുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന രണ്ടാളുകളാണ് വേദിയിലിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ കൃഷ്ണകുമാർ. ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ, ഈ വെൽനസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സിനാരിയോ, അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആയുർവേദത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ലോകത്ത് മുഴുവൻ ഉള്ള വെൽനസ് മാർക്കറ്റ് എന്ന് പറയുന്നത് മൾട്ടി ബില്യൺ ബിസിനസ്സാണ്. അതിൽ ആയുർവേദത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് പറയാൻ ബുദ്ധിമുട്ടാണ്, വലിയ 0.0001 എന്നൊക്കെ പറയേണ്ടി വരും, അത്രയേ ആയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അടുത്ത ഇന്ത്യയിലെ ഒരു സാധ്യത, ഞാനിത് പറയുന്നത് ഈ ഫീൽഡിലുള്ളവർ നിങ്ങളിതിലേക്ക് പ്രചോദിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് കൂടിയാണ് പറയുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ധാരാളം വിദേശ രാജ്യങ്ങളിൽ ആയുർവേദം പ്രൊമോട്ട് ചെയ്യാനായി ഡോക്ടേഴ്സുമായി തെറാപ്പിസ്റ്റുമായി പോവുകയും ധാരാളം വിദേശികൾക്കും ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനമുള്ളവർക്കും ചികിത്സ കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയുകയാണ്. ഇന്ത്യയിലും സത്യത്തിൽ വളരെ ഫാസ്റ്റായിട്ട് ആയുർവേദവും ആയുർവേദ വെൽനസ്സും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആയുർവേദവും ആയുർവേദ വെൽനസ്സിനെ നമ്മൾ രണ്ടായിട്ട് കണ്ടുകൂടാം. ബഹുമാനപ്പെട്ട സജീവ് കുറുപ്പും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നത്, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഡോക്ടേഴ്സ് എല്ലാം ഇപ്പോൾ പറയാറുള്ളത് പല ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു ഡിസ്കഷൻ പങ്കെടുത്തുകൊണ്ടിരിക്കുക. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഈ മൊബൈലിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിൻ്റെ ആയുർവേദ നാഷണൽ ടാസ്ക് ഫോഴ്സിന് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിലൊരു മെമ്പറാണ്. എല്ലാം ഇന്ത്യയിലെ ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാരാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് ആയുർവേദം ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ല, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആയുർവേദം ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം മെഡിസിനാണ്. ആയുർവേദത്തെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾ വെൽനസ്, സജീവ് കുറിപ്പ് ഉൾപ്പെടെ പെട്ടെന്ന് വെൽനസ് എന്നാണ് പറഞ്ഞു പോകുന്നത്. ആയുർവേദത്തിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ക്യൂറേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, രോഗത്തിനുള്ള ചികിത്സ, അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ്. 2, പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, പ്രോഗ്രാംസ്, രോഗം വരാതിരിക്കാനായിട്ടുള്ള പ്രോഗ്രാംസ്, ട്രീറ്റ്മെൻറ്റ്സ്. 3, റെജുവിനേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, പ്രോഗ്രാംസ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ആരോഗ്യം ഒന്നും കൂടി വർദ്ധിപ്പിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്സ്. ഇത് 3 ആയുർവേദം. അപ്പോൾ ആയുർവേദം എന്ന് പറയുമ്പോൾ വെൽനസ് ആക്കി പറയുന്നത് ഒതുക്കാൻ പാടില്ല. വെൽനസ് എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ഒരു ഫാക്ടർ മാത്രമാണ്. 3 കാര്യങ്ങൾ ഒന്ന് മാത്രമാണ്. അതൊരിക്കലും മാറിപ്പോരുത്. പലപ്പോഴും പല മീറ്റിങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ നമ്മുടെ ആളുകൾ തന്നെ, നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ പലപ്പോഴും ആയുർവേദം വെൽനസ് എന്ന് പറഞ്ഞ് ആയുർവേദം ഡൈല്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ അല്ല എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയുർവേദത്തിൽ എൻ്റെ മറ്റ് പോസിബിലിറ്റീസിൽ ഇപ്പോഴും ആയുർവേദം ഒരു വേ ഓഫ് ലൈഫാണ് എന്ന് നിങ്ങൾക്കറിയാം. ആയുർവേദത്തിൽ മെഡിസിൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2, ആയുർവേദത്തിലുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2ാമത്തെ കാര്യമാണ് മെഡിസിൻ. 3ാമത്തെ കാര്യം ഫുഡ്, ആയുർവേദ ഫുഡ്. ആയുർവേദത്തിൽ ഫുഡ് മെഡിസിനാണെന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ ഫുഡ് എന്ന് പറയുന്നതിന് മെഡിസിനാണ്. 4, ആയുർവേദ കോസ്മെറ്റിക്സ് വഴി, ഞാൻ ഇത് 4 പറയാനൊരു കാരണമുണ്ട് കേട്ടോ, അത് പെട്ടെന്ന് പറയാതിരിക്കും വരാം. ആയുർവേദ കോസ്മെറ്റിക്സും ആയുർവേദത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഞാൻ 4 എടുത്ത് പറയാൻ കാര്യം, ഈ 4 രീതിയിലുള്ള ബിസിനസ് പോസിബിലിറ്റീസ്, എംപ്ലോയ്മെൻറ്റ് പോസിബിലിറ്റീസ് ആയുർവേദത്തിലുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആയുർവേദ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, സർവീസ് കൊടുക്കുന്നു. 2, ആയുർവേദ ഫുഡുമായി ബന്ധപ്പെട്ട് വലിയ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതെല്ലാം പണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് ആരും ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആയുർവേദ മെഡിസിൻസ് അൺഫോർച്ചുനേറ്റ്ലി എല്ലാ രാജ്യങ്ങളിലേക്കും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് റിയാലിറ്റി കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പല രാജ്യങ്ങളിലും ആയുർവേദം ഇപ്പോൾ അത് അപ്രൂവ്ഡ് അല്ല. വളരെ കുറച്ച് രാജ്യങ്ങളിൽ ആയുർവേദം അപ്രൂവ്ഡ് ആയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ആയുർവേദ കോസ്മെറ്റിക്സിൻ്റെ എക്സ്പോർട്ട് അത് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൻ്റെ മാർക്കറ്റിംഗ് ഇനിയും ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആയുഷ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അടുത്തിടയ്ക്ക് ഉണ്ടാക്കിയതാണ്. 2014 ഉണ്ടായതാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് വന്നതിന് ശേഷം ആയുർവേദത്തിന് വലിയ പ്രൊമോഷൻസ് ഇൻ്റർനാഷണലായിട്ട് നടക്കുന്നുണ്ട്. ഏതാണ്ട് 20ഓളം രാജ്യങ്ങളിൽ ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്.
ടൂറിസം മേഖലയുടെ വികസനത്തിൻ്റെ കുതിച്ചുചാട്ടത്തിനായുള്ള GTM 2023 പോർട്ട് ടു പോർട്ട് കാർഗോ ആൻഡ് ക്രൂയിസ് ഓപ്പർച്യൂണിറ്റീസ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള സെമിനാർ ശ്രദ്ധേയമായിരുന്നു. I am telling about the development story after Adani Vision Port Private Limited taking over the project. I will be explaining the project and how briefly I would also touch upon how it will be impacting the tourism and the travel industry of Trivandrum, how it will be boosting the tourism and travel industry of Trivandrum. But from the development story which I am going to tell, from that in itself, the people who are experts in industry, tourism industry, who are already known about this project, they have already made good projections about tourism industry based on the prospects of the port and the prospects of this important infrastructure project of the country. So coming to the presentation, as you are all, I have a small presentation for you to tell about the project. What is the important feature of technical feature of Vizhinjam or a strategic feature of Vizhinjam which makes it an important port of the country is that the most important thing is that it is near to the international shipping route. Most of the, you know that the whole global trade internationally as well as nationally, 80% of the global trade happens over the maritime route. And most of these maritime route are already prefixed, like the international shipping routes are there, like the Far East shipping route or the Middle East shipping route. Both these routes, which is handling 70% of the 80% global trade, actually goes near Trivandrum. So this was a new information. Maybe some youngsters it may be a new information, but this was the USP or advantage of Vizhinjam Port, which actually prompted government to think of this project. In the earlier times, there were Sir CP forecasted this, and he had envisaged a plan. Could be at that point of time shipping trade was not that bigger or that larger, but even then he planned it at that point of time. So we are very close to the international shipping route, and as I earlier said, there are when we compare to Kochi port or when we compare to Colombo port, Kochi port is somewhere around 72 nautical mile from the international shipping route, whereas Colombo is somewhere around 28 nautical mile from international shipping route, but we are only 10 nautical mile from the international shipping route. That is one of the major advantages which makes us a transshipment destination. India as a country is developed very much. We have a lot of very big ports like JNPT port, like Mundra port. But one thing which was missing for India is we don't have a transshipment port. We don't have the capacity to handle large vessels which can do the function of transshipment at the Indian motherland. So what earlier were happening is that most of the transshipment were either happening at Colombo or Singapore or Salalah or Jebel Ali, like that it was happening in other ports. But after Vizhinjam coming up, we envisage that some amount of that transshipment which is happening in other regions will be brought to our country. So before detailing about the tourism angle, I would say that this project is having a strategic angle, and we are going to save large amount of money, transshipment cost or foreign exchange for the country through the commissioning of Vizhinjam Seaport. So as I earlier said, we are very close to the international shipping route. We are also blessed with the natural depth. This natural depth of 18 to 20 meter makes us one of the important spot or one of the major sport for handling, for berthing bigger vessels. Even at this point of time, there are ships which are envisaged to handle 24,000 TEUs. 24,000 TEUs means it can carry 24,000 containers. So with such large ships, even such large ships can be berthed at Vizhinjam. So that is one advantage of Vizhinjam. We are developing this port in 4 phases. In the first phase, which is currently going on, we are going to develop an 800 meter berth, which is shown in this picture is 800 meter berth. One of the key engineering structure of this project which made this project slightly delayed is the breakwater. This breakwater is about 3.1 kilometer long, and of this 3.1 kilometer long breakwater, we have already finished 2.2 kilometer. For building this 3.1 kilometer breakwater,
70 lakh tons of stone or rock is required, and that is the huge task. 70 lakh tons of rock is a very big quantity, and and if you see, actually the breakwater bottom is something around 100 meter, and the breakwater top is something around 10 meters. So it's a huge, big engineering structure. So it will be catering, in the first phase it will be catering 800 meter of berth, and with that 800 meter, there we can handle 2 vessels at a single time, one mother vessel and one feeder vessel. സ്വദേശികളും വിദേശികളുമായി പ്രതിനിധികളുടെ തിരക്ക് GTM 2023 മാറ്റ് വർദ്ധിപ്പിച്ചു. ഇമ്പീരിയൽ ഹോട്ടൽ സാരഥി ദിലീപ് കുമാർ നയിച്ച ദി കോപ്പർ പ്ലേറ്റ് സർക്യൂട്ട് റിസോർവിംഗ് ഇന്ത്യ സദേൺ എന്ന സെമിനാർ ഏറെ ശ്രദ്ധേയമായിരുന്നു. Warm welcome to this particular seminar on copper plate circuit. We have a lot of budding talents in hospitality industries here. So I am very happy that the GTM Global Travel Mart is the platform where we could launch this unique idea. You know, in 90s, lot of new products came to Kerala. Which are those new products? Students, Kerala came out with a lot of new products under a new brand identity. What was the new brand identity of Kerala? We started in 90s. What was that identity? Still we are continuing. You can very well say. I wanted to make this as an interactive session. God's own country. So what were the new products we introduced in 90s? The one major thing was the backwaters. തരിസാപ്പള്ളി പട്ടയം നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, എന്താണ് നിങ്ങൾ കേൾക്കണം. തരിസാപ്പള്ളി copper plate has got a lot of significance in the studying Kerala history. You know, generally we Indians are very poor in recording things related to our past. We were not much bothered about the present happenings in our surroundings than we were contemplating more on after our life. So that was the kind of Indian way of living. So nothing much was recorded, especially in Kerala. There are so many reasons. Because Kerala, we used wood as the major material for our constructions. Even for making sculptures, we used wood. Recording things, we used palm leaves. ഏറെ പ്രതിനിധി പങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും ചിട്ടയായും അച്ചടക്കത്തോടും കൃത്യതയോടെയും നടക്കുന്ന ഈ ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് ടൂറിസം രംഗത്ത് ഒരു മുതൽക്കൂട്ടായി മാറും.